ഹിസ്റ്ററോസ്കോപ്പ് എന്ന ക്യാമറ ഘടിപ്പിച്ച ഒരു ഉപകരണം ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് കടത്തി നോക്കുന്ന ശസ്ത്രക്രിയയാണ് ഹിസ്റ്ററോസ്കോപ്പി. ഇത് രണ്ട് വിധത്തിലുണ്ട്. ഗർഭാശയത്തിന്റെ ഉള്ളിലെ അപാകതകൾ നിരീക്ഷിക്കുന്നതിനുള്ള ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററോസ്കോപ്പി, കണ്ടുപിടിച്ച അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള ഓപ്പറേറ്റീവ് ഹിസ്റ്ററോസ്കോപ്പി. സാധാരണയായി ഓപ്പറേറ്റീവ് ഹിസ്റ്ററോസ്കോപ്പി ചെയ്യേണ്ടി വരുന്നത് ഗർഭാശയത്തിന്റെ അകത്തെ ദശവളർച്ച, ഗർഭാശയത്തിന്റെ അകത്ത് വളരുന്ന മുഴകൾ, ഗർഭാശയത്തിന് ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, സാധാരണ കാണുന്ന വൈകല്യമാണ് യൂട്രൈൻ സെപ്റ്റം അഥവാ ഭിത്തി വളർച്ച എന്നിവയ്ക്ക് വേണ്ടിയാണ്. തുടർച്ചയായി 3 അതിൽ കൂടുതലോ ഭ്രൂണനിക്ഷേപം നടത്തി പരാജയപ്പെടുത്തുന്ന സന്ദർഭങ്ങളിലും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗർഭാശയത്തിനകത്തെ വൈകല്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററോസ്കോപ്പി സാധാരണ ചെയ്യുന്നത്. ആധുനിക IVF ചികിത്സയിൽ ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററോസ്കോപ്പിയുടെ ഉപയോഗം തുലോം കുറവാണെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വളരെ ഉപകാരപ്രദമായ ചികിത്സയാണ് ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററോസ്കോപ്പി.